ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു താറാവ് മപ്പാസാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ആലപ്പുഴ സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ കുട്ടനാട് സ്റ്റൈലിലുള്ള ഒരു താറാവ് മപ്പാസാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇറച്ചി ചെറിയതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുക്കുന്നുണ്ട്. അതിലേക്കാണ് കേട്ടോ വേവിക്കാനായിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം വേവുള്ള ഇറച്ചി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് ഒരു തടിപ്പും നല്ലൊരു രുചിയും കിട്ടാനായിട്ട് നമ്മൾ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇറച്ചിയുടെ കൂടെ കിടന്ന് വേകുമ്പോഴേക്കും ആ ഒരു നെയ്യുടെ ചുവയൊക്കെ ആ ഒരു പൊട്ടറ്റോയിലും കൂടെ ഇറങ്ങിയിട്ട് നല്ല രുചിയായിരിക്കും കേട്ടോ. ആ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കഷ്ണം കഴിക്കാനായിട്ട് തന്നെ. അങ്ങനെ ഈ ഇറച്ചി വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തേങ്ങാ കൊത്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്രയും അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പച്ചക്കുരുമുളക് കേട്ടോ. അപ്പം നമ്മളൊരു മിക്സി ജാറിലേക്ക് ഈ പച്ചക്കുരുമുളക് ചെറിയ ചെറിയ അല്ലികളായിട്ട് എടുത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ എടുത്ത് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മപ്പാസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മൾ ആ അരയ്ക്കുന്നതിന് മുമ്പ് അതിലേക്ക് ചെറിയുള്ളിയോ സവാളയോ പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചേർത്താണ് ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ വേർതിരിച്ച് എടുത്ത് മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ഭാഗത്തോളം തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അരിച്ച് 2 പാത്രത്തിലാക്കി ഒന്നാം പാലും രണ്ടാം പാലും വേർതിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 8 വിസിലോളം അടുപ്പിച്ചാണ് കേട്ടോ ഞാൻ വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് ആദ്യം തന്നെ തേങ്ങാക്കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ നമ്മൾ സവാള മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ സവാള ചെറുതായിട്ട് അരിയുവാണെങ്കിൽ അത് എളുപ്പം വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടുവേ. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വാടാനായിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ മീറ്റിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വാടി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മുളക് പൊടിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പം മല്ലിപ്പൊടിയാണ് നമ്മൾ അതുകൊണ്ട് അധികം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു വെള്ളത്തിനായിട്ട് നമ്മൾ രണ്ടാം പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് അതേ സമയം തന്നെ പച്ചക്കുരുമുളക് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നന്നായി തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാവേ ഈ ഒരു ടൈമിൽ. ഈ ഒരു സമയം തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഈ ഒരു അരപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഇറച്ചി വേവിച്ച ആ വെള്ളവും ഇറച്ചിയും ആ ഒരു ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ആ ഒരു ഇറച്ചി ആ അരപ്പിൽ കിടന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം. ആ ഒരു തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് ആ ഇറച്ചി ഒന്ന് നന്നായി വെന്ത് വരുവേ. ഈ ഒരു സമയവും നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ.
അപ്പോൾ ഇനി എങ്ങാനും ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലിൽ ഇറച്ചിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ചാറ് മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അത് ഒന്ന് വറ്റിയാൽ മാത്രമേ നമ്മൾ ഒന്നാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ആ ഒരു രണ്ടാം പാൽ ഒക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഒരല്പം കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി തൂക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ താറാവ് മപ്പാസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റോട് കൂടിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കോമ്പിനേഷൻ ആക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.